കണ്ണൂർ പാനൂർ കുന്നോത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ കാര്യത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. കൊല്ലപ്പെട്ട ഷെറിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനല്ലെന്ന് സനോജ് പറഞ്ഞു. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിന്റെ അനുശോചന പ്രമേയത്തിൽ ഷെറിന്റെ പേര് വായിച്ചിട്ടില്ലെന്നും സനോജ് പറഞ്ഞു. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിജീഷ്, വിവരങ്ങൾ. ഇതിനകത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനം നടന്നത്. ഈ മേഖലാ സമ്മേളനത്തിലാണ് ഷെറിൻ 2024 ഏപ്രിൽ 5 പുലർച്ചെ പാനൂരിലുള്ള നിർമ്മാണത്തിലിരുന്ന ഒരു വീടിന്റെ ടെറസിൽ നടന്ന സ്ഫോടനത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിനെ രക്തസാക്ഷിയായി ഡിവൈഎഫ്ഐ അവതരിപ്പിച്ചത്. കാരണം ഈ സ്ഫോടനം നടത്തുന്നത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായിരുന്നു. അന്ന് CPM-നെയും അതുപോലെ തന്നെ ഇടതുമുന്നണി പ്രതിരോധത്തിലാക്കിയ രാഷ്ട്രീയ സംഭവ വികാസത്തിൽ CPM ഷെറിനെയും അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റവരെയും തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനത്തിൽ അനുശോചന പ്രമേയത്തിൽ ഷെറിനെ രക്തസാക്ഷി അവതരിപ്പിച്ചു എന്നുള്ളതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞിരിക്കുന്നത് ഷെറിൻ ഡിവൈഎഫ്ഐ അംഗമല്ല. അന്ന് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് എന്താണോ, അതായത് ഷെറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട് അത് തന്നെയാണ് ഇന്നുമുള്ളത്. ഇത്തരത്തിൽ മേഖലാ സമ്മേളനത്തിൽ ഷെറിനെ രക്തസാക്ഷിയായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. ആ മേഖലയിൽ മരിച്ച ആൾക്കാരുടെ പട്ടിക പൊതുവെ പറയാറുണ്ട്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാവാറില്ല. ആ മേഖലയിൽ ആ സമ്മേളന കാലയളവിൽ മരിച്ച ആൾക്കാരുടെ പേര് പറയുന്നതിൽ മാത്രമാണ് ഷെറിന്റെ പേര് പറഞ്ഞത്. അല്ലാതെ ഷെറിന് വേണ്ടി രക്തസാക്ഷി പ്രമേയം ഡിവൈഎഫ്ഐ മേഖലാ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാദം.